പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തിനാണ് BJP ഇരട്ടത്താപ്പ് കളിക്കുന്നത്? നമുക്കറിയാം, വഖഫ് വിഷയത്തിൽ മുനമ്പത്തിൽ നിന്ന് നിരവധി ആളുകളാണ് കുടിയിറക്കപ്പെടുക. അവരുടെ ആശങ്കകൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവരോടിപ്പം BJPക്ക് വലിയ സ്നേഹമാണ്. പക്ഷേ 2013 ഈ വഖഫ് ഭേദഗതി വന്നപ്പോൾ എന്തായിരുന്നു BJPയുടെ നിലപാട് എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അന്ന് BJP അതിനെ അനുകൂലിച്ചു. വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ MP അടക്കം പാർലമെന്റിൽ സംസാരിക്കുന്ന വീഡിയോകൾ ഇപ്പം പ്രചരിപ്പിക്കുക ചെയ്യുന്നത്. അത് പ്രചരിപ്പിച്ചത് ആരാണ്? BJPയുടെ ഒരു പ്രമുഖ നേതാവായി കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ജി വാര്യറാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ അത് പങ്കുവച്ചിരിക്കുന്നത്. വഖഫ് അമെൻമെന്റ് ബില്ലിൽ BJPയുടെ ഇരട്ടത്താപ്പ് കാണണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെ, ഈ കാര്യം ശരിയാണ്. 2013 കോൺഗ്രസ് നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ വഖഫിൽ ആ ഭേദഗതിയാണല്ലോ ഇപ്പോൾ കഴുത്തെ ചുറ്റിയ പാമ്പായി മാറിയിരിക്കുന്നത് രാജ്യത്തിന് മുഴുവൻ. അത് ആ നിയമ ഭേദഗതിയെ അന്ന് BJP മുൻപിൻ ചിന്ത കൂടാതെ പിന്തുണച്ചു. ആ പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്ന് BJPക്ക് ഇന്ന് മനസ്സിലായിരിക്കുന്നു. അത് പുറത്തു പറയുന്നില്ല. നാണക്കേട് കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കുറവായി പോവും എന്നതുകൊണ്ട് BJP അതിനെ പുറത്തു പറയുന്നില്ല. പകരം പുതിയ ബില്ല് കൊണ്ടുവന്ന്, ഭേദഗതി കൊണ്ടുവന്ന് ഈ ബില്ലിൽ മാറ്റങ്ങൾ വരുത്താനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഇരട്ടത്താപ്പ് BJP വിട്ടുപോയ സന്ദീപ് വാര്യർ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ്. അതിന് കാരണം പലതരത്തിലും BJP പ്രവർത്തകർ, സംഘപരിവാർ പ്രവർത്തകർ സന്ദീപ് വാര്യറെ പ്രകോപിപ്പിക്കുന്നുണ്ട്. സന്ദീപ് പാണക്കാട് പോയതും സമസ്തയുടെ അധ്യക്ഷനെ കാണാൻ പോയതും ഒക്കെ വലിയ വിഷയങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ BJP പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. സന്ദീപിനെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സന്ദീപ് സുന്നത്ത് നടത്തി എന്ന് വരെ ആക്ഷേപിക്കുന്നവരുണ്ട്. സന്ദീപിൻ്റെ പേര് മാറ്റി സന്ദീപ് ഇക്ക, സന്ദീപ് കോയ, സന്ദീപ് തങ്ങൾ എന്നൊക്കെ പേര് മാറ്റി സന്ദീപിനെ വിശേഷിപ്പിക്കുകയും അതൊക്കെ പറഞ്ഞ് സന്ദീപിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സന്ദീപ് അതിനെല്ലാം കൂടെ ചേർത്ത് വളരെ മാന്യമായ രീതിയിൽ മറുപടി പറയുകയാണ്. ഈ കടുത്ത സൈബർ ബുള്ളിയിങ് ആണ് സന്ദീപ് വാര്യർക്ക് നേരെ നടന്നതെന്നുള്ളത് സത്യമാണ്. എന്തായാലും ഞാൻ ആ സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. വഖഫ് അമെൻമെന്റ് ബില്ലിൽ BJPയുടെ ഇരട്ടത്താപ്പ് കാണണോ? 2013 അമെൻമെന്റ് ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് BJP പ്രതിനിധിയായ സയ്യിദ് ഷാനവാസ് ഹുസൈൻ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം കാണുക. പ്രസംഗത്തിൽ 95 പരിഷ്കരണത്തെയും BJP പിന്തുണച്ചതായി ഷാനവാസ് ഹുസൈൻ പറയുന്നുണ്ട്. മാത്രമല്ല, വഖഫ് ഭൂമികളിൽ നിൽക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ വരെ ഒഴിപ്പിക്കണമെന്നാണ് ഷാനവാസ് ഹുസൈൻ BJP നിലപാടായി പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് വളരെ നേരത്തെ വരേണ്ടിയിരുന്ന നിയമഭേദഗതിയാണെന്നും വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് BJP 2013 പറഞ്ഞത്. ഇപ്പോൾ BJP എന്താ പറയുന്നത്? 2013 നിയമഭേദഗതി കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനമായിരുന്നുവെന്ന് ഈ ഒരു നിയമഭേദഗതിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച പാർട്ടിയായിരുന്നു BJP എന്നോർക്കണം. ഇപ്പോൾ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനി എന്നും വേർതിരിക്കാൻ വിഭജനത്തിന്റെ രാഷ്ട്രീയം പയറ്റുകയാണ് BJP. ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം നമ്മുടെ നാടിന് ഒരിക്കലും ഗുണകരമല്ല. മുഴുവൻ പ്രസംഗവും BJP തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി അറിയാത്ത BJPക്കാർ സുരേന്ദ്രേട്ടനോട് തർജ്ജമ ചെയ്തു തരാൻ ആവശ്യപ്പെടേണ്ടതാണ്. ഇതാണ് പോസ്റ്റ്. അതെ, എന്നിട്ട് വളരെ കൃത്യമാണ്. സയ്യിദ് ഷാനവാസ് ഹുസൈൻ അവിടെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോ സന്ദീപ് ഇതിനോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു നല്ല കൊട്ടും കൂടെ കൊട്ടുന്നുണ്ട്. ഹിന്ദി അറിയാത്ത BJPക്കാർ ദയവായി സുരേന്ദ്രേട്ടനോട് ചോദിച്ച് തർജ്ജമ ചെയ്ത് അത് മൊഴിമാറ്റം വരുത്തി എടുത്തുകൊള്ളണം എന്ന്. ഇത് വാസ്തവത്തിൽ ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും BJPക്ക് തെറ്റ് സംഭവിച്ചു. അത് BJP തുറന്നു പറഞ്ഞാൽ മതി. ഞങ്ങൾ അന്ന് പിന്തുണച്ചത് തെറ്റായിപ്പോയി, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവരും. 2013 BJP പ്രതിപക്ഷമായിട്ട് ഇരിക്കുകയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ്. മോഡി അപ്പോഴാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വോട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇതിനെ പിന്തുണ. അത് മാത്രമല്ല, അന്ന് നമുക്കറിയാം ലോക്സഭയിൽ സുഷമ സ്വരാജും രാജ്യസഭയിൽ അരുൺ ജെയ്റ്റ്ലിയുമായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. കോൺഗ്രസ്സിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അന്നും BJP ആയിരുന്നു.
അപ്പോൾ BJPയുടെ പിന്തുണ കൂടെ ഉണ്ടെങ്കിലേ ഏത് ബില്ലും പാസ്സാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും കുറേശ്ശെ എന്താ പറയുക അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതുകൊണ്ട് BJPയുടെ പിന്തുണ എല്ലാ കാലത്തും രാജ്യസഭയിൽ കോൺഗ്രസ്സിന് വേണ്ടിയിരുന്നു. അപ്പോൾ അത് നിർണായകമായ ബില്ലുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വളരെ രഹസ്യമായിട്ട് അരുൺ ജെയ്റ്റ്ലിയോടും ഇവരോടും സുഷമ സ്വരാജിനോടും സംസാരിച്ച് അവരുടനെ തന്നെ ഒരു ധാരണയിലെത്തും. ഇവരുടെ ആവശ്യങ്ങൾ, ആ ബില്ലിൽ വരുത്തേണ്ട മാറ്റങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ BJPയും ആവശ്യപ്പെടും. ഇത് ഇങ്ങനെയൊക്കെ വേണം എന്നാവശ്യപ്പെടും. കോൺഗ്രസ് BJPയും കൂടെ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തും. ഇക്കാര്യം പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളും പല കാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മരിച്ചുപോയ CK ചന്ദ്രപ്പൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പണ്ട് ഒരു പത്രസമ്മേളനത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. BJPയും കോൺഗ്രസും ഒത്തുചേർന്നാണ് അവിടെ ബില്ലുകൾ പാസ്സാക്കുന്നത് എന്ന്. ആ പത്രസമ്മേളനം കവർ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJP കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വിട്ടുവീഴ്ചകൾ തെറ്റ് സംഭവിച്ചത് ഇന്ന് തുറന്നു പറഞ്ഞാൽ മതി. ഇന്ന് BJP പറയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി. പണ്ട് ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരം വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നപ്പോൾ നമ്മുടെ അന്നത്തെ മന്ത്രി MA ബേബി നിയമസഭയിൽ പറഞ്ഞു, വിമാനത്താവളം വരുന്നതിനെ ആദ്യകാലത്ത് CPM അനുകൂലിച്ചു, പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, അവിടെ വിമാനത്താവളം വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങളിന്ന് അത് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി. VS അച്യുതാനന്ദൻ സർക്കാർ വിമാനത്താവളം ഒരു കാരണവശാലും വരരുത് എന്നൊരു നിലപാടെടുത്തു. ഇതുപോലെ BJPക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരു നിലപാടെടുക്കാം. അപ്പോൾ സന്ദീപ് വാര്യർക്ക് പിന്നെ അതിനകത്ത് മറുപടി ഒന്നും പറയാനുണ്ടാവില്ല, ചോദ്യങ്ങളൊന്നും ചോദിക്കാനുണ്ടാവില്ല. ഇത് ഇരട്ടത്താപ്പാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ശരിയാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്, അന്നൊരു തെറ്റ് പറ്റി, ഇന്ന് ഞങ്ങൾ ആ തെറ്റ് തിരുത്തുന്നു, കഴിഞ്ഞു. അതിന് പകരം സന്ദീപ് വാര്യരെ ആക്രമിക്കാൻ പോവുകയും ഈ ന്യായീകരിച്ച് മെഴുകുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ല. അത് BJP പ്രവർത്തകരും BJP നേതാക്കളും മനസ്സിലാക്കണം. മുക്താർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള, ഷാനവാസ് ഹുസൈനെ പോലെയുള്ള നേതാക്കളാണ് അന്ന് ഈ വഖഫിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുകയും വഖഫ് ഭേദഗതിക്ക് പിന്തുണ കൊടുക്കാൻ BJPയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് BJPക്ക് അതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന്. ഈ കാര്യം തുറന്നു പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയണം. ജനങ്ങളാണ് പരമാധികാരികൾ. ഇത് BJP തന്നെയാണ് തുറന്നു പറയേണ്ടത്. അതെ, BJP തന്നെയാണ്. കൃത്യമായ പ്രതികരണമൊന്നുമില്ല. അവരെന്ത് പറയാനാ? അവർക്ക് ഈ വീഡിയോ എല്ലാം, അവരാകെ വെള്ളത്തിലായിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാം വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ രാഷ്ട്രീയം അറിഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണ്ടേ. രണ്ട്, ഈ ഷാനവാസ് ഹുസൈൻ പ്രസംഗിക്കുന്ന ഹിന്ദി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണ്ടേ. എത്ര പേർ BJP പ്രവർത്തകരിൽ ഹിന്ദി അറിയുന്നവർ എത്ര പേരുണ്ട്? ഇപ്പം സംഘപരിവാർ വെട്ടുക്കളി കൂട്ടങ്ങളൊക്കെ ഇതിന്റെ താഴത്ത് വന്ന്, ഈ പോസ്റ്റിന്റെ താഴത്ത് വന്ന് സന്ദീപിനെ തെറിയോട് തെറിയും അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏതാനും ചില കമന്റുകളൊന്ന് വായിക്കാം. എങ്ങനെ സാധിക്കുന്നടാ ഊവേ ഇങ്ങനെ നിലപാട് മാറ്റാൻ, ഓന്തു മാറി നിൽക്കും. വാര്യരെ, നീയൊക്കെ എത്ര വായിട്ടലച്ചാലും വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിച്ച് പാസ്സാക്കും. എടോ പരട്ട വാര്യരെ, നിന്റെ കൂടെ ഒരു BJPക്കാരനും വന്നില്ല. നീ എന്താ വിചാരിച്ചത് നിന്റെ കൂടെ ഒരു വലിയ സംഘം BJP പ്രവർത്തകർ വരുമെന്ന്? നല്ല അണികൾ ഉണ്ടെങ്കിലേ നേതാവിന് വില കിട്ടുകയുള്ളൂ, നിനക്കൊരു വിലയും കിട്ടൂല സ്നേഹക്കടയിൽ തുടങ്ങിയ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ. സൈബർ ബുള്ളിയിങ് ആണ്. നമുക്കിപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സന്ദീപും അവരും തമ്മിൽ തീർക്കട്ടെ. പക്ഷേ എനിക്ക് BJP നേതാക്കളോടും അണികളോടും പറയാനുള്ളത്, ഇക്കാര്യത്തിൽ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തി ജനങ്ങളുടെ മുന്നിൽ അത് ഏറ്റുപറഞ്ഞ് സത്യസന്ധമായിട്ട് സമീപിക്കണം. പക്ഷേ ഇതിൽ രാഷ്ട്രീയത്തിൽ സത്യസന്ധതയ്ക്ക് ഇപ്പോഴും വിലയുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല, അതൊരിക്കലും നശിച്ചിട്ടുമില്ല. രാഷ്ട്രീയത്തിൽ സത്യസന്ധതയ്ക്ക് വില വേണം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെ പല രാഷ്ട്രീയ നേതാക്കളും അത് ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരട്ടത്താപ്പ് ഇവിടെ BJP ഇരട്ടത്താപ്പ് ചെയ്തതെന്ന് സന്ദീപ് ചോദിക്കുന്നു. പക്ഷേ സന്ദീപ് അല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊരു ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. അദ്ദേഹം കഴിഞ്ഞ നാൾ മുഴുവൻ BJPയിൽ നിന്ന് മുസ്ലിം വിരുദ്ധത മുഴുവൻ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞ് ഒരു ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത സന്ദീപ് ഇപ്പുറത്ത് കോൺഗ്രസിൽ സ്നേഹക്കടയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുഴുവൻ മാറ്റി ചെയ്യുന്നത് അത് തന്നെയാണ് BJP ചെയ്തത്. 2013 ഒരു തെറ്റ് ചെയ്തു, പിന്നീട് അത് ശരി ചെയ്തു. അതങ്ങനെയല്ലേ ചേട്ടൻ പറയുന്നത്? അല്ല, അതിനകത്തൊരു വ്യത്യാസമുണ്ട്. സന്ദീപ് ഒരു വ്യക്തിയും BJP ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം കൂട്ടായ ചർച്ചകളിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്ന് ഇതിൻ്റെ വരായകൾ ചിന്തിച്ച്
എന്താ പറയുക, ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കണമായിരുന്നു. അന്ന് ആവശ്യമായ ഭേദഗതികൾ കോൺഗ്രസ് സർക്കാരിനെ കൊണ്ട്, UPA സർക്കാരിനെ കൊണ്ട് അതിൽ വരുത്തിക്കണമായിരുന്നു. അന്ന് BJP അത് ചെയ്തില്ല. അതിന് പകരം രണ്ട് കൈയും നീട്ടി മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു എന്താ പറയേണ്ട ചവിട്ട് നാടകമാണ് BJP അന്ന് നടത്തിയത്. പക്ഷേ അത് പിന്നീട് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP ഇപ്പം നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. പക്ഷേ അത് തുറന്നു പറയണം. എന്താ അത് തുറന്നു പറയാൻ ബുദ്ധിമുട്ട്? സന്ദീപിൻ്റെ കാര്യം. സന്ദീപ് ഒരു വ്യക്തിയാണ്. സന്ദീപ് BJPയിൽ നിന്നപ്പോൾ BJP രാഷ്ട്രീയം പറഞ്ഞു, കോൺഗ്രസിൽ പോയപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നു. ഒരു നിമിഷം, ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സന്ദീപിനെ നമുക്ക് അവിടെ ന്യായീകരിക്കാനോ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ സന്ദീപും ഒരർത്ഥത്തിൽ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. കാരണം ഇന്നലെ വരെ എന്താണോ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായി നേരെ എതിരായി ഇപ്പുറത്ത് വന്ന് നിന്ന് ഇന്നലെ പറഞ്ഞതിനെ എല്ലാം തള്ളിപ്പറയുകയും ഇന്നലെ എതിർത്തതിനെല്ലാം ഇന്ന് ന്യായീകരിച്ച് സ്വന്തം അഭിപ്രായമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയത്തിൽ നേതാക്കൾക്ക് പൊതുവെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിനെ നമുക്ക് അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ സന്ദീപിനും ഇത് ബാധകമാണ്. സന്ദീപ് ഇന്നലെ വരെ ചെയ്തതല്ല ഇന്ന് തൊട്ട് ചെയ്യുന്നത്. ഈ മാറ്റത്തെക്കുറിച്ച് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് വരും കാലങ്ങളിൽ ജനങ്ങളാണ് ഇത് സന്ദീപിനെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് മാധ്യമപ്രവർത്തകർക്കൊക്കെ ഇങ്ങനെ പറയാം, ഇത് ശരിയായില്ല, അത് തെറ്റായിപ്പോയി. പക്ഷെ ജനം അത് അംഗീകരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജനം എതിർത്താലും സന്ദീപിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ തീരുമാനിക്കട്ടെ സന്ദീപ് ഇരട്ടത്താപ്പാണോ അല്ലയോ എന്ന്. ഇനി BJPയുടെ കാര്യത്തിൽ BJP കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് BJP ചെയ്യേണ്ടത് കാര്യങ്ങൾ സത്യസന്ധമായി സുതാര്യമായി തുറന്നു പറയുകയാണ് വേണ്ടത്. എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, രാഷ്ട്രീയക്കാരുടെ മുഖമുദ്ര ഇടയ്ക്കൊക്കെ ഇരട്ടത്താപ്പ് തന്നെയാണ്. അതിൽ നിന്ന് എന്ന് മാറ്റം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അവിടെ ഇരട്ടത്താപ്പല്ല, ഇരട്ടത്താപ്പിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റ് സംഭവിച്ചു. നമ്മൾ ചെയ്തതിൽ അബദ്ധം പറ്റി, മനുഷ്യസഹജമാണ് ഇരട്ടത്താപ്പ്. ഞങ്ങൾ അന്ന് സംഭവിച്ച തെറ്റ് ഞങ്ങളിതാ ഇന്ന് തിരുത്തുന്നു. ഇത് പറയുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ പറയുന്നത് കൊണ്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും BJPയുടെയും ഗ്രാഫ് ഉയരുകയേ ഉള്ളൂ, ഒരിക്കലും താഴില്ല. അതെ, എന്തായാലും തെറ്റ് തിരുത്താൻ ഒരു മടിയും കാണിക്കേണ്ട സുഹൃത്തുക്കളെ.